വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. കഴിഞ്ഞ തവണ അത് 2019 ഇടതുപക്ഷ മുന്നണി ജയിച്ച ഏക സീറ്റായിരുന്നു ആലപ്പുഴ. അതുതന്നെ വളരെ കഷ്ടിച്ച് നേരിയ ഭൂരിപക്ഷത്തിലുള്ളൊരു വിജയമായിരുന്നു. മണ്ഡലത്തിലുള്ള 5 അസംബ്ലി സെഗ്മെൻറ്റ്സിലും UDF സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ് ലീഡ് ചെയ്തത്. അവിടെ 2 സ്ഥലത്തെ ഭൂരിപക്ഷം കൊണ്ടാണ് AM ആരിഫ് അത് മറികടന്ന് ആ മണ്ഡലം പിടിച്ചെടുത്തത്. ബാക്കി 19 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും LDFന് അവശേഷിച്ച ഏക സ്ഥലമായിരുന്നു. കനൽ ഒരു തരി മതി എന്ന ആ വിഖ്യാതമായ വചനം തന്നെ അവിടെ നിന്നാണ് പിറവിയെടുത്തത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരിഫിൻ്റെ സംഭാവന എന്തായിരുന്നു വെച്ചാൽ മിക്കവാറും പൂജ്യത്തോടടുത്ത ഒരു സംഭാവനയായിരുന്നു. അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിൽ ഈ മുഖത്ത് പുട്ടിയൊക്കെ അടിച്ച് പാർലമെൻറ്റിൽ പോവുകയും ചുവന്ന ഷർട്ടിട്ട് വിപ്ലവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. കഴിഞ്ഞ തവണ ആരിഫിന് ജയിക്കാൻ പറ്റിയത് സ്ഥിരമായി ആലപ്പുഴയിൽ നിന്ന് ജയിച്ചുകൊണ്ടത് KC വേണുഗോപാൽ കഴിഞ്ഞ മത്സരിച്ചില്ല എന്ന കാരണത്താലാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പ്രധാന ഉപദേഷ്ടാവും കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയൊക്കെ ആയതുകൊണ്ട് രാജ്യസഭയിലേക്ക് പോകാനാണ് താല്പര്യപ്പെട്ടത്. ഇത്തവണ അദ്ദേഹം രാജ്യസഭാ അംഗമാണ് എങ്കിൽ പോലും ലോക്സഭയിലേക്ക് വീണ്ടും മാറ്റിവരയ്ക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാജ്യസഭയിൽ ഒരു ഒഴിവ് വരും. രാജസ്ഥാനിൽ ഇപ്പോഴത്തെ കക്ഷിനില അനുസരിച്ച് അത് BJPക്ക് കിട്ടും എന്നൊക്കെ CPMകാർ വലിയ വിഷമത്തോടെ പറയുന്നുണ്ടെങ്കിൽ പോലും വേണുഗോപാൽ അതിശക്തമായ ഒരു വികാരമായിട്ട് ആലപ്പുഴയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആലപ്പുഴ മണ്ഡലത്തിൻ്റെ നീളവും വീതിയും വിസ്തീർണവും അവിടുത്തെ ജനസംഖ്യയും ആ മണ്ഡലത്തിലെ എല്ലാ റോഡുകളും റോഡുകളും ഊടുവഴികളും ഒക്കെ അറിയുന്ന ആളാണ്. സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ തന്നെ ആ UDFന് അനുകൂലമായൊരു ട്രെൻഡ് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞു. പിന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെയും UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണുഗോപാൽ വീണ്ടും വരുന്നു, അദ്ദേഹം വിജയിക്കും എന്ന ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ പല പ്രമുഖ TV ചാനലുകാരും വിവിധ ഏജൻസികളെ ഉപയോഗിച്ച് അഭിപ്രായ സർവേകൾ നടത്തിയിട്ടുണ്ടായി. ഏറെക്കുറെ എല്ലാ സർവേയിലും ആലപ്പുഴയിൽ KC വേണുഗോപാൽ വളരെ മികച്ച നിലയിൽ മുന്നിൽ നിൽക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ വേണുഗോപാലിൻ്റെ വിജയം ഏതാണ്ട് സുനിശ്ചിതമാണ് എങ്കിൽ പോലും അവിടെ വിട്ടുകൊടുക്കാനായിട്ട് ആരിഫ് തയ്യാറല്ല. അദ്ദേഹവും ജനസ്വാധീനമുള്ള ആളാണ്. നേരത്തെ 3 തവണ അരൂർ MLA ആയിരുന്നു. പിന്നീട് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ആലപ്പുഴയുടെ ജനപ്രതിനിധിയായിട്ട് പാർലമെൻറ്റിലിരിക്കുകയാണ്. ആരിഫിന് സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ ശക്തി ആ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹത്തിന് ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അല്ലെങ്കിൽ നിരോധിക്കപ്പെടാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പിന്തുണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു സാമുദായികമായൊരു ചേരിതിരിവ് കൂടി ആലപ്പുഴയിൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്നുള്ളിടത്താണ് BJP സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. ശോഭാ സുരേന്ദ്രൻ വലിയൊരു ഫൈറ്ററാണ്. അവർ ജയിക്കും എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ BJP സംബന്ധിച്ചുള്ള ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കാൻ പറ്റിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ ആലപ്പുഴയിൽ വളരെ പ്രവചനാതീതമായൊരു മത്സരമാണ് നടക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവർ KC വേണുഗോപാൽ ജയിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഈ മാധ്യമങ്ങളും അതുപോലെ അവർക്ക് വേണ്ടി സർവേ നടത്തുന്ന ഏജൻസികളൊക്കെ പ്രവചിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ആരിഫിനെ പോലെ തന്നെ വളരെ ശക്തമായ രീതിയിൽ ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് റിസൾട്ട് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ.